ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. ഇന്നത്തെ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിൽ നമ്മൾ 054/2025 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കി പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാരെ? ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാരെ? ചേറ്റൂർ ശങ്കരൻ നായരാണ് കേട്ടോ. ഓക്കെ, സി ശങ്കരൻ നായർ. ഓക്കെ, സി ശങ്കരൻ നായർ അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായരാണ് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണന ക്രമത്തിലാക്കുക. ഇതിലേതാണ് ശരിയായിട്ടുള്ള ക്രമം? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 2, 1, 3, 4. അതായത് ഒന്നാമത്തത് ആറ്റിങ്കൽ കലാപമാണ്, രണ്ടാമത്തത് കുളച്ചൽ യുദ്ധം, മൂന്നാമത്തത് ശ്രീരംഗപട്ടണം ഉടമ്പടി, നാലാമത്തത് കുണ്ടറ വിളംബരം. ഓരോന്നിന്റെ വർഷം ഏതൊക്കെയായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 കേട്ടോ. 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. കുളച്ചൽ യുദ്ധം 1741 നടക്കുന്നത് കേട്ടോ. 1741 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ശ്രീരംഗപട്ടണം സന്ധ്യ 1792 അതുപോലെ കുണ്ടറ വിളംബരം 1809. വർഷം പഠിക്കാനുണ്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുകയാണ് കേട്ടോ. ചേരുംപടി ചേർക്കുക. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള ക്രമം? ഇതിൽ ഓപ്ഷൻ എ ആണ് കേട്ടോ. അതായത് 1, 2 ഒന്നാം ലോക യുദ്ധം, ത്രികക്ഷി സംഖ്യം, ത്രികക്ഷി സൗഹാർദ്ദമാണ്. ഇനി രണ്ടാം ലോക യുദ്ധം അച്യുതന്റെ ശക്തികളും സംഘ്യശക്തികളും തമ്മിലായിരുന്നു. പിന്നെ ഹിറ്റ്ലർ എന്താണ്? തവിട്ടുകുപ്പായക്കാരനാണ് ഹിറ്റ്ലർ. അതായത് ഹിറ്റ്ലറിന്റെ അതായത് നമുക്കറിയാം എന്താണ് ഈ ഒരു ജർമ്മനിയിലെ നാസി പാർട്ടി അല്ലെ, ജർമ്മനിയിലെ നാസി പാർട്ടി നേതാവായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ സ്വകാര്യ സേനയായ എസ് എ അറിയപ്പെട്ടിരുന്നത് എന്താണ്? തവിട്ടുകുപ്പായക്കാരെന്നാണ് അറിയപ്പെട്ടിരുന്നത് കേട്ടോ. ഇനി ബെനിറ്റോ മുസോളിനി കരിങ്കുപ്പായക്കാർ. ഓക്കെ, ഈ ഒരു മുസോളിനിയുടെ അനുയായികൾ അല്ലെങ്കിൽ ഈ ഒരു അർദ്ധ സൈനിക വിഭാഗം കരിങ്കുപ്പായക്കാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാം ലോക യുദ്ധം ത്രികക്ഷി സംഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും തമ്മിലായിരുന്നു. രണ്ടാം ലോക യുദ്ധം അച്യുതന്റെ ശക്തികളും സംഘ്യശക്തികളും. ഹിറ്റ്ലറിന്റെ നേതൃത്വത്തിലുള്ള സേന തവിട്ടുകുപ്പായക്കാരാണ്. അതുപോലെ ബെനിറ്റോ മുസോളിനിയുടെ നേതൃത്വത്തിലുള്ളത് കരിങ്കുപ്പായക്കാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. നാലാമത്തത് എന്താ? ചേരുംപടി ചേർക്കാൻ തന്നെയാണ് കേട്ടോ. ഇന്ത്യൻ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരുമാണ്. ഓക്കെ, അപ്പൊ ഇതിലേതാണ് ശരിയായിട്ടുള്ള ക്രമം? ഓപ്ഷൻ ബി ആണ് കേട്ടോ. അതായത് 1, 4 മിറാത്തുൽ അക്ബർ രാജാറാം മോഹൻ റോയിന്റെ പത്രമാണ്. ഇനി അതുപോലെ പിന്നെന്താണ്? കേസരിയും മറാത്തയും ബാലഗംഗാധര തിലകന്റെ പത്രമാണ്. അതുപോലെ കോമൺവെൽ മിസ്സിസ് ആനി ബസന്റിന്റെ നേതൃത്വത്തിലുള്ള പത്രമാണ്. അതുപോലെ യങ് ഇന്ത്യ മഹാത്മാഗാന്ധി. ഓക്കെ, ഈ ഒരു ഓർഡർ ആണ് കേട്ടോ. അടുത്തതും ചേരുംപടി ചേർക്കാനാണ് അല്ലെ. ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ്? 3, 4 ക്വസ്റ്റ്യൻസ് എന്താണ്? ചേരുംപടി ചേർക്കാനുള്ളത് തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ അടുത്തത് എന്താണ്? ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ക്രമം? ഇവിടെ നോക്കുമ്പോ എന്താണ്? ഡി ആണ് ശരിയായിട്ടുള്ള ക്രമം. അതായത് 1, 2 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. അപ്പൊ ഈ ഒരു സംഘടനകളും അത് രൂപീകരിച്ച ആളുകളും തമ്മിൽ എന്താണ്? ചേരുംപടി ചേർക്കാനാണ്. അപ്പൊ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? ഭഗത് സിംഗ് ആണ് കേട്ടോ. ഇനി ഗദ്ദാർ പാർട്ടി ലാല ഹർദയാലാണ്. ഇന്ത്യൻ നാഷണൽ ആർമി റാഷ് ബിഹാരി ബോസ് ആണ്. ഇനി ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്ര ബോസ് ആണ്. ഓക്കെ, ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്ക്? ഇന്ത്യൻ പാർലമെന്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കെന്നാണ്? ആർക്കാണ്? നിർമ്മല സീതാരാമൻ ആണ് കേട്ടോ. നിർമ്മല സീതാരാമൻ.
ഏഴാമത്തത് ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണകാറ്റാണ് ലൂ. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദം ഏതെന്നാണ് കേട്ടോ. ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണകാറ്റ് ഏതാണ്? ലൂ ആണ് കേട്ടോ. എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദം ഏതെന്നാണ്. ഏതാണ്? മാംഗോ ഷവർ ആണ് കേട്ടോ. ഈ ഒരു പേര് തന്നെ ഉണ്ട്. ദക്ഷിണേന്ത്യയിലാണ്, ദക്ഷിണേന്ത്യയിൽ. എട്ടാമത്തത് ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനം സൂര്യ സമീപ ദിനം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്നറിയപ്പെടുന്നു. അപ്പൊ പെരിഹീലിയൻ ദിനം എന്നാണ് എന്നാണ് ചോദിച്ചത് കേട്ടോ. എന്നാണ്? ജനുവരി 3 ഓക്കെ. 9ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. ഓക്കെ. അപ്പൊ ഇത് ഏത് പ്രസ്താവനയാണ് ബന്ധമില്ലാത്തത്? ഉഷ്ണകാലത്ത് തെക്ക് നിന്നും വീശുന്ന വരണ്ട ശീതകാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന കേട്ടോ. ബന്ധമില്ലാത്ത പ്രസ്താവന. ബാക്കിയുള്ളതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളതാണ്. ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്ക് നദികളുടെ ഉത്ഭവ പ്രദേശമാണ്. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യിക്കുന്നു. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമാകുന്നു. ഇതൊക്കെ എന്താണ്? ഉത്തരപർവ്വത മേഖലയായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനുള്ള പോയിന്റ്സ് ആണ്. അടുത്തത്, ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽരൂപ ശിലാ പാളിയിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുന്നതാണ് കേട്ടോ. തെറ്റായതാണ് തിരഞ്ഞെടുക്കാനുള്ളത്. ഇതിൽ ഏത് പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്? ഓപ്ഷൻ ഡി, എക്കൽ വിഷറികളാൽ സമ്പന്നമാണ് ഇവിടെ എന്നുള്ളത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ ഇവിടെ ഉപദ്വീപീയ പീഠഭൂമിയായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് പറഞ്ഞിട്ടോ. ബന്ധമുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാന്ന് നോക്കാം. ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ്. ധാരാളം ലോഹ അലോഹ ധാതുക്കളാൽ സമൃദ്ധമാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ വടക്കുകിഴക്കൻ പീഠഭൂമി പ്രദേശം, മധ്യമേഖല തുടങ്ങി വിവിധ ഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. ഇതൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളതാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ അറിയപ്പെടുന്നത് എങ്ങനെയാന്ന് ഒരുപാട് തവണ പ്രീവിയസ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിട്ടത്. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിലാണ് ചോദിച്ചതെന്നേ ഉള്ളൂ. ഓക്കെ. ഇവിടെ എന്താണ് ആൻസർ? ഏതാണ്? ഓപ്ഷൻ ബി, ദേശീയ ജലപാത 3 NW3 ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, മരണാനന്തര ബഹുമതിയായി 2025 പത്മ വിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ. 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരനാണ് ആരാണ്? MD വാസുദേവൻ നായരാണ് അല്ലെ, നമുക്കറിയാം. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏത്? ഏതാണ്? 10ാം പഞ്ചവത്സര പദ്ധതിയാണ് കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്നത്. 14ാമത്തെ, വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചുള്ള നയം ഏതാണെന്നാണ് കേട്ടോ. ഇതിൽ ഏത് നയമാണ്? വ്യവസായ വ്യാപാര വാണിജ്യ രംഗങ്ങളിൽ സർക്കാരിന്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള നയം ഏതാണ്? ഓപ്ഷൻ എ, സ്വകാര്യവൽക്കരണം. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ. ഇത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരാണ്? ഓപ്ഷൻ ഡി ആണ്, ദാദാബായ് നവറോജി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം ഏതെന്നാണ് കേട്ടോ. ഏതാണ്? നീതി ആയോഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹോട്ടൽ വ്യവസായം താഴെ പറയുന്നവയിൽ ഏത് സാമ്പത്തിക മേഖലയിൽ പെടുന്നു എന്നാണ് കേട്ടോ. ഹോട്ടൽ വ്യവസായമാണ്. അത് ഏത് സാമ്പത്തിക മേഖലയിലാണ് പെടുന്നത്? ഓപ്ഷൻ സി, തൃതീയ മേഖലയാണ്. 18, നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇതിലും തിരഞ്ഞെടുക്കാനാണ്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഓക്കെ, നമുക്കറിയാം ഏതാണ്? ഓൾ ഓഫ് ദ എബവ്. അതായത് എല്ലാ പ്രസ്താവനകളും നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. അതായത് ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. എക്കൽ മണ്ണ് കേട്ടോ. ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് കൃഷി ചെയ്യുന്നത്. ഒരു ഖാരിഫ് വിളയാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഖാരിഫ് വിള കൂടിയാണ് എന്ത്? നെല്ല്.
19ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ ഭാഗമല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. ഇതിലേതാണ് ഭാഗമല്ലാത്ത പ്രസ്താവന? ഓപ്ഷൻ സി, പ്രസ്താവന 1, 2, 3 ശരിയാണ്, 4 തെറ്റാണ്. ഓക്കെ, പ്രസ്താവന 1, 2, 3 ശരി. അതായത് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. അതുപോലെ ജലസേചന സൗകര്യങ്ങളിൽ അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചു. ഓക്കെ ഓക്കെ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? 4ാമത്തെ പ്രസ്താവനയാണ്. അതായത് 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു എന്നുള്ളതാണ് കേട്ടോ. ഇതിൽ 3ാം പഞ്ചവത്സര പദ്ധതി മുതലാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത്. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നത് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏതെന്നാണ് കേട്ടോ. ഭേദഗതിയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആ ഭരണഘടനാ ഭേദഗതി? ഓപ്ഷൻ ബി, 86ാം ഭരണഘടനാ ഭേദഗതിയാണ്. 86th ആണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചതെന്ന്? ആരുടെ നേതൃത്വത്തിലാണ്? മോത്തിലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ് കേട്ടോ. അപ്പൊ 1928 22ാമത്തെ ക്വസ്റ്റ്യൻ, ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏത്? ഇതിലേതാണ് ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത്? ഓപ്ഷൻ ബി, രാഷ്ട്രത്തലവന്റെ പേര്. രാഷ്ട്രത്തലവന്റെ അധികാരന്റെ, രാഷ്ട്രത്തിന്റെ പേര്, നിയമനിർമ്മാണ സഭയുടെ പേര്. എന്നാൽ എന്താണ് രാഷ്ട്രത്തലവന്റെ പേര് എന്താണ് നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്താറില്ലല്ലോ അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടനാ അനുച്ഛേദം. ഇവിടെ അനുച്ഛേദം ചോദിക്കുന്നുണ്ടോ. ഏതാണ് ആ ഭരണഘടനാ അനുച്ഛേദം? നമുക്കറിയാം ഓപ്ഷൻ സി 40 ആണ് അല്ലെ. പഞ്ചായത്ത് രൂപീകരണത്തെ പറ്റി പറയുന്ന എന്താണ് ഒരു ഭരണഘടനാ അനുച്ഛേദമാണ് 40. അനുച്ഛേദം ആർട്ടിക്കിൾ 40. അടുത്തത്, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഓപ്ഷൻ സി, ലോർഡ് റിപ്പൺ ആണ് കേട്ടോ. ലോർഡ് റിപ്പൺ. അടുത്ത ക്വസ്റ്റ്യൻ, യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ്. ഏതാണ് സംസ്ഥാനം? ഓപ്ഷൻ ബി ആണ്, ഉത്തരാഖണ്ഡിലാണ് കേട്ടോ. 3ാം മോദി ഗവൺമെന്റ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏത്? 3ാം മോദി ഗവൺമെന്റ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏതെന്നാണ്? ഏതാണ്? പാർലമെന്ററി കാര്യസമിതിയാണ് കേട്ടോ. പാർലമെന്ററി കാര്യസമിതി. ബാക്കി നോക്കാം. സുരക്ഷാ സമിതി, സാമ്പത്തിക കാര്യസമിതി, നിക്ഷേപ വളർച്ചാ സമിതി, ഇതിലൊക്കെ എന്താണ് പ്രധാനമന്ത്രി അംഗമായിട്ടുള്ളതാണ്. ബാക്കി പാർലമെന്ററി കാര്യസമിതിയിലാണ് അംഗമല്ലാത്തത്. തദ്ദേശ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? തദ്ദേശ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ്? ഇതിൽ ഓൺലി 1 and 3 ആണ് കേട്ടോ. അതായത് തദ്ദേശ ഗവൺമെന്റുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് തദ്ദേശ ഗവൺമെന്റ് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിലാണ് തദ്ദേശ ഗവൺമെന്റ് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. ഇത് രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 28ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇത്. സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഓൺലി 1 and 2 ആണ് കേട്ടോ. അതായത് കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. അതുപോലെ എന്താണ് 5 വർഷമാണ് കമ്മീഷന്റെ കാലാവധി. ഇത് രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഓക്കെ, 29ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ആണ്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഓൺലി 1 and 3 ആണ്. അതായത് 1ഉം 2, അതായത് കൃഷിയും പോലീസും ഉൾപ്പെടുന്നുണ്ട്, ജയിലും തദ്ദേശ ഗവൺമെന്റ്, ഇതൊക്കെ എന്താണ് സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ഓൾ ഓഫ് ദി എബവ്. ഇതെല്ലാം ശരിയാട്ടോ. പി സതീദേവിയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ. അതുപോലെ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരമാണ്. വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. 3 പ്രസ്താവനകളും ശരിയാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 31ാമത്തെ ക്വസ്റ്റ്യൻ, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ്. ഇതിൽ ഓപ്ഷൻ എ ഓൺലി 1 and 2, അതായത് പാർലമെന്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെന്ററി അഫയേഴ്സിന്റെ പ്രസിഡന്റ് ആരാണ്? പാർലമെന്ററി വകുപ്പ് മന്ത്രിയാണ്. അതുപോലെ പാർലമെന്ററി അഫയേഴ്സിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ബിവീഷ് ആണ്. ഡോക്ടർ വിബീഷ് ആണ് കേട്ടോ ഇപ്പോഴത്തെ ചെയർമാൻ. പ്രസിഡന്റ് ആരാണ്? പാർലമെന്ററി വകുപ്പ് മന്ത്രിയാണ്. അടുത്തത്, കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇതിലെ ഓൾമോസ്റ്റ് അധിക ക്വസ്റ്റ്യൻസും പ്രസ്താവനയായിട്ട് തന്നെയാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ്. ഇതിൽ ഏതാണ്? ഓപ്ഷൻ ഡി ഓൺലി 1 and 3 ആണ്. അതായത് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാർ ആണ്. അതുപോലെ പിന്നെന്താണ്, സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണമെന്ന് കമ്മീഷൻ അനുശാസിക്കുന്നു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് കേട്ടോ. കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ്? ഏതാണ്? ഓൺലി 1 and 2 ആണ്. അതായത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാമദാർ ആണ് കേട്ടോ. അതായത് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് നിതിൻ ജാമദാർ ആണ്. അതുപോലെ പിന്നെന്താണ്, ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 34ാമത്തെ ക്വസ്റ്റ്യൻ, ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? ഏത് ഭാഗമാണ്? നമുക്കറിയാം എപ്പിഗ്ലോട്ടിസ് ആണല്ലേ, എപ്പിഗ്ലോട്ടിസ്. ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ്? ഇതിൽ ഏതാണ് ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ സി ഹീമോഫീലിയ ആണ് കേട്ടോ. ഒരു ജനിതക രോഗമാണ് അല്ലെ. അടുത്തത്, ശരിയായ ജോഡി കണ്ടെത്താനാണ്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ജോഡി? ഇതിലേതാണ് ശരിയായിട്ടുള്ള ജോഡി? നമുക്കറിയാം ഫൈലേറിയൻ വിര മന്ത് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ജോഡി ട്ടോ. ബാക്കിയുള്ളതൊക്കെ തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത്? ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത്? ഏത് സംസ്ഥാനത്തിലാണ്? മേഘാലയയിലാണ് കേട്ടോ. ബർണിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ്? ബർണിഹാട്ട് പട്ടണം മേഘാലയയിലാണ്. ലോകത്തിലെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത പട്ടണമാണ് കേട്ടോ ഇത്, ബർണിഹാട്ട് പട്ടണം. 38ാമത്തെ ക്വസ്റ്റ്യൻ, 2 പ്രസ്താവനകളാണ് തന്നത്. ഇത് എന്താണ് ശരിയാണ് തെറ്റാന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന, മനുഷ്യരിൽ ക്രോമസോം നമ്പർ 11 ജീനിലെ തകരാറ് സിക്കിൾ സെൽ അനീമിയക്ക് കാരണമാകും. ത്വക്കിലെ ക്യാൻസറായ മെലനോമ ക്രോമസോം നമ്പർ 14 ജീൻ തകരാറ് മൂലം രൂപപ്പെടുന്നു. ഓക്കെ. അപ്പൊ ഇതിൽ ഏത് ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ 1 ശരി 2 തെറ്റെന്നുള്ളതാണ് കേട്ടോ. അതായത് ഒന്നാമത്തത് ശരിയാണ്, രണ്ടാമത്തത് തെറ്റാണ്. 39ാമത്തത്, പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതുതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ വെള്ളിവരയൻ, പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ്? ഒന്നുകൂടി പറയാം, ഏതൊക്കെയാണ്? പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതുതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ വെള്ളിവരയൻ, പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ്? ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ് ഇതൊക്കെ? ചിത്രശലഭങ്ങളാണ് കേട്ടോ. അടുത്തത് 40ാമത്തെ ക്വസ്റ്റ്യൻ, മനുഷ്യരിലെ ചലനവും, ഇത് 2 പ്രസ്താവനകൾ കൊടുത്താണ്. മനുഷ്യരിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയാണ്. മനുഷ്യരിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ്. ഓക്കെ. അപ്പൊ ഇതിൽ ഏത് പ്രസ്താവനയാണ്? ഓപ്ഷൻ എ 2 പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. കാരണം എന്താണ്? അതായത് നമുക്ക് ഈ രണ്ട് വ്യവസ്ഥയും കൂടി ചേർന്നിട്ടാണ് നമുക്ക് എന്താണ് ചലിക്കാനുള്ള ശേഷി നൽകുന്നത് കേട്ടോ. ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് 2 പേശികളുടെയും പ്രവർത്തന ഫലമായിട്ടാണ്.
ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഇതിലെ ശരിയായ ജോഡികൾ കണ്ടെത്താനാണ്. ഇതിൽ ഏതാണ് ഒന്ന് ശരി, അതായത് ഒന്നും മൂന്നും ശരിയാണ് കേട്ടോ. അതായത് സൂക്രോസ്, കരിമ്പ് ശരിയാണ്. അതുപോലെ പിന്നെന്താണ് മാംസ്യം, പയർവർഗ്ഗങ്ങൾ ഇതും ശരിയാണ് കേട്ടോ. പോഷകങ്ങളും സ്രോതസ്സുകളാണ്. അപ്പൊ പോഷകങ്ങള് സൂക്രോസ് നമുക്ക് കരിമ്പിൽ നിന്ന് കിട്ടും. അതുപോലെ മാംസ്യം പയർവർഗ്ഗങ്ങളിൽ നിന്നും കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ തരംഗദൈർഘ്യമുള്ള പ്രകാശം ഏതാണ്? ഇതിലേതാണ് ഏറ്റവും തരംഗദൈർഘ്യം കുറവുള്ളതാണ് ചോദിച്ചത്. ഇതിലേതാണ് തരംഗദൈർഘ്യം കുറവുള്ളത്? നീലക്കാണ് കേട്ടോ. ഓപ്ഷൻ എ നീല. മുങ്ങൽ വിദഗ്ധർ ഇതിൽ നിന്നും സംരക്ഷണം നേടാനാണ് പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത്. എന്തിൽ നിന്നും സംരക്ഷണം നേടാനാണ് ഈ സ്യൂട്ടുകൾ ധരിക്കുന്നത് മുങ്ങൽ വിദഗ്ധർ? അതായത് ഉയർന്ന മർദ്ദത്തിൽ നിന്നാണ് കേട്ടോ. ഓപ്ഷൻ ഡി ഉയർന്ന മർദ്ദം. അടുത്തത് 44-ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. സ്ക്രീനിൽ ലഭിക്കാത്ത പ്രതിബിംബത്തെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഓപ്ഷൻ ബി മിഥ്യാ പ്രതിബിംബം എന്ന് വിളിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ഓപ്ഷൻ സി നാസയുടേതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം. 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ലോകത്തിലെ ആദ്യത്തേതാണ് കേട്ടോ. ഏതാണ് ആ രാജ്യം? നമുക്കറിയാം ചൈനയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കും? മർദ്ദം സ്ഥിരമായിരിക്കും, മർദ്ദം കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ താപനില വർദ്ധിക്കുമ്പോൾ അതിലെ നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു കേട്ടോ. അപ്പൊ താപനില വർദ്ധിക്കുമ്പോൾ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദിച്ചത്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? വ്യാപ്തവും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നേരനുപാതത്തിലായിരിക്കും. 48-ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണെന്നാണ്. ഇവിടെ തന്നിട്ടുള്ള രാസമാറ്റത്തിന് ഉദാഹരണമാണ്. ഇതിലേതാണ് രാസമാറ്റത്തിന്? ഇരുമ്പ് തുരുമ്പിക്കുന്നു എന്നുള്ളത് രാസമാറ്റത്തിന് ഉദാഹരണമാണ്. ഓക്കെ, ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായി പരിഗണിക്കുന്നത്? pH വാല്യൂ ആണ് ഏത് പിന്നെന്താണ് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായിട്ട് കാണിക്കുന്നത്? ഏതാണ്? pH 0 to 7 വരെയാണ് ആസിഡ് സ്വഭാവം കാണിക്കുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608 ആണ്. 608 ദിവസങ്ങൾ കേട്ടോ. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണെന്നാണ്. ഓക്കെ, 608 ദിവസങ്ങളാണ് 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ചത്. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണ്? പെഗ്ഗി വിൽസൺ ആണ്. പെഗ്ഗി വിൽസൺ. അടുത്ത ക്വസ്റ്റ്യൻ. 51-ാമത്തെ ക്വസ്റ്റ്യൻ. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണ്? നിർമ്മല സീതാരാമൻ ആണ് കേട്ടോ. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ. അടുത്തത്. രാമായണം ആട്ടക്കഥ രചിച്ചതാര്? രാമായണം ആട്ടക്കഥ രചിച്ചതാരെന്നാണ്. കൊട്ടാരക്കര തമ്പുരാനാണ്. കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ആര്? കേരള നടനം എന്ന കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഗുരു ഗോപിനാഥ്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ്? പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന അത്ലറ്റ് ആരാണ്? PT ഉഷ ആണല്ലേ. PT ഉഷ. അടുത്തത് 55-ാമത്തെ ക്വസ്റ്റ്യൻ. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ആറ്റുകാൽ ക്ഷേത്രമാണ് കേട്ടോ. ജയദേവന്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ജയദേവന്റെ ഗീതാഗോവിന്ദം ദേവഗീത എന്ന പേരിൽ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. 57-ാമത്തെ ക്വസ്റ്റ്യൻ. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ. കേരള ഒളിമ്പിക് അസോസിയേഷൻ ആണ് കേട്ടോ. ആരാണ് ഇപ്പോഴത്തെ അധ്യക്ഷൻ? വി സുനിൽ കുമാർ ആണ്.
ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? ഏതാണ് എക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിതൂർ പക്ഷിഗ്രാമം ഏത് ജില്ലയിലാണ്? ഏത് ജില്ലയിലാണ്? കാസർഗോഡ് ജില്ലയിലാണ് കിതൂർ പക്ഷിഗ്രാമം. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഇതിലെ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനാണ് കേട്ടോ. അതായത് 2, 3, 4 എന്നാണ് ശരിയായിട്ടുള്ളത്. വോളറ്റൈൽ മെമ്മറി എന്നുള്ളതും, അതുപോലെ പിന്നെ ഏതൊക്കെയാണ്? മൂന്നാമത്തെ ഓപ്പൺ ഓഫീസ് ബേസ്ഡ് ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആണെന്നുള്ളതും, അതുപോലെ MICR ഇൻപുട്ട് ഡിവൈസ് ആണെന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, 60ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തിരഞ്ഞെടുക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കുക. ഈ പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. ഓക്കെ, ഇതില് 1, 3, 4 ശരി എന്നുള്ളതാണ്. ഓക്കെ, ഏതൊക്കെയാണ്? പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ വെയറിൽ പുതിയ സ്ലൈഡ് ചേർക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ്? Ctrl+M ആണ് കേട്ടോ. Ctrl+M ആണ് എന്ത്? പ്രസന്റേഷൻ സോഫ്റ്റ്വെയർ പുതിയ സ്ലൈഡ് ചേർക്കുന്നതിനുള്ള ഷോർട്ട് കട്ട് കീ. ഓക്കെ, മൂന്നാമത്തത് എന്താണ്? ഓപ്പൺ ഓഫീസ് കാൽക്ക് വർക്ക്ഷീറ്റ് ഫയലിന്റെ എക്സ്റ്റൻഷൻ എന്താണ്? .ods ആണ് കേട്ടോ. അടുത്തത് ഓപ്പൺ ഓഫീസ് കാൽക്ക് ആപ്ലിക്കേഷനിൽ ആവറേജ് കാണുന്നതിനുള്ള ഫംഗ്ഷൻ ആണ് ആവറേജ്. ഓക്കെ, 61ാമത്തെ ക്വസ്റ്റ്യൻ. 2023 ജൂണിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ടോപ്പ് 500 സൂപ്പർ കമ്പ്യൂട്ടർ പട്ടികയിൽ 75ാം സ്ഥാനത്തെത്തിയ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരാണ്. ഇതിലേതാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ? ഓക്കെ, നമുക്കറിയാം ഐരാവതാണ് കേട്ടോ. കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേരെന്താണ്? കൈറ്റ് ആണ് കേട്ടോ. കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിന്റെ പേരെന്താണ്? ഏതാണ്? നമുക്കറിയാം ഇക്യൂബ് ആണ് കേട്ടോ. ഇതെന്താണ്? കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഒന്നുകൂടി ഉയർത്തുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം, ഇക്യൂബിന്റെ ലക്ഷ്യം. അടുത്തത് 63ാമത്തെ ക്വസ്റ്റ്യനും ചേരുംപടി ചേർക്കാനാണ് കേട്ടോ. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. അതായത് 1D, അതായത് ക്രാക്കിംഗ് ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടർ അതിക്രമിച്ച് കയറി അതിലെ വിവരങ്ങൾ നശിപ്പിക്കുന്നതിനെയാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫിഷിംഗ് എന്താണ്? ഫിഷിംഗ് അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജമാർഗങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്നതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി എന്താണ്? സൈബർ സ്ക്വാറ്റിംഗ് എന്താണ്? വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്നതിനാണ് സൈബർ സ്ക്വാറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി സൈബർ ടെറ്റിസം എന്ന് പറഞ്ഞാല് എന്താണ്? ദേശ സുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനം. ദേശ സുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനമാണ് സൈബർ ടെറ്റിസം. 64ാമത്തെ ക്വസ്റ്റ്യൻ. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ഇത് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഏത് പ്രസ്താവനയാണ് ഉൾപ്പെടാത്തതായിട്ടുള്ളത്? ഓപ്ഷൻ ബി, വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശം ഇല്ല. ബാക്കി സുരക്ഷിതത്വത്തിനുള്ള അവകാശമുണ്ട്. മത്സരാധിഷ്ഠിത വിലകളിൽ വൈവിധ്യമാന സാധനങ്ങൾ, ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ ലഭ്യമാകുവാനുള്ള അവകാശമുണ്ട്. ഉപഭോക്തൃ അവബോധത്തിനുള്ള അവകാശമുണ്ട് കേട്ടോ. ഇതിൽ തെറ്റായിട്ടുള്ളത് ബി ആണ്. 65ാമത്തത്. ഗാർഹിക പീഡനം നടന്നെന്നോ നടക്കുന്നെന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് താഴെ പറയുന്ന ഏത് ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത്? എന്താണ്? ഗാർഹിക പീഡനം നടന്നെന്നോ നടക്കുന്നെന്നോ വിശ്വസിക്കാൻ മതിയായ കാരണമുള്ള ഏതൊരു വ്യക്തിക്കും അതിനെക്കുറിച്ച് താഴെ പറയുന്ന ഏത് ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത്? ഏത് ഉദ്യോഗസ്ഥനാണ് വിവരം നൽകേണ്ടത്? പ്രൊട്ടക്ഷൻ ഓഫീസർ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 66ാമത്തെ ക്വസ്റ്റ്യൻ. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടന താഴെ പറയുന്നവയിൽ ഏത്? കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടന താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ്. ഏതാണ്?
ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും എന്താണ് 10ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടാവും. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഉണ്ടാവും. പിന്നെന്താണ് 10ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടാവും. ഇതാണ് കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടന. അടുത്ത ക്വസ്റ്റ്യൻ, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012 പോക്സോ ആക്ട് പ്രകാരം കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതെന്നാണ്. ഇതിലെ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഒരു കാരണവശാലും ഒരു കുട്ടിയെയും രാത്രിയോ പകലോ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്ത് ശരിയല്ലാത്ത പ്രസ്താവന. ബാക്കിയൊക്കെ നോക്കാം. കുട്ടിയുടെ മൊഴി കുട്ടിയുടെ വസതിയിലോ കുട്ടി സാധാരണയായി താമസിക്കുന്ന സ്ഥലത്തോ കുട്ടി ഇഷ്ടപ്പെടുന്ന സ്ഥലത്തോ പ്രായോഗികമാകുന്നിടത്തോളം സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്തൊരു വനിതാ പോലീസ് ഓഫീസർ രേഖപ്പെടുത്തേണ്ടതാണ്. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ യൂണിഫോമിൽ ആയിരിക്കരുത്. അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കുട്ടിയെ പരിശോധിക്കുമ്പോൾ കുട്ടി ഒരു കാരണവശാലും പ്രതിയുമായി സമ്പർക്കത്തിൽ വരുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടതാണ്. നമുക്ക് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായിട്ടുള്ളതെന്നാണ്. ഏതാണ്? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. അടുത്തത്, ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയുടെ 58ാമത് കടുവ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണ് കേട്ടോ. എത്രാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ്? 58ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ് മാധവ് നാഷണൽ പാർക്ക്, മധ്യപ്രദേശ്. 2015 ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെന്നാണ് കേട്ടോ. 2015 ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെന്നാണ്. ഇതിൽ ഏതാണ്? മുകളിൽ പറഞ്ഞിട്ടുള്ളതെല്ലാം ഉൾപ്പെടുന്നു. ദാരിദ്ര്യമില്ല, ലിംഗസമത്വം, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം. ഓക്കെ, ഇതൊക്കെ എന്താണ്? ഈ ഒരു 2015 ഐക്യരാഷ്ട്രസഭ സൃഷ്ടിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഓക്കെ, അടുത്ത 10 ക്വസ്റ്റ്യൻസ് മാത്സ് വരുന്നതാണ്. മാത്സ് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ചെയ്യുന്നില്ല. മാത്സ് ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്യുന്ന ക്ലാസ് വേണമെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ പറയട്ടോ. ഇനി ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഐഡന്റിഫൈ ദ കറക്റ്റ് സെന്റൻസ്. ഇതിലെ കറക്റ്റ് സെന്റൻസ് ഐഡന്റിഫൈ ചെയ്യാനാണ്. ഇതിലേതാണ് കറക്റ്റ് സെന്റൻസ് എന്നാണ് കേട്ടോ. രണ്ടാമത്തത്. ഓക്കെ, ദ ബൊക്കറ്റ് ഓഫ് ഫ്ലവേഴ്സ് സ്മെൽ ഗുഡ്. 82ാമത്, ഡേഷ് യൂറോപ്യൻസ് കൺക്വേർഡ് മെനി പാർട്ട് ഓഫ് ദ വേൾഡ് ബിഫോർ ഫസ്റ്റ് വേൾഡ് വാർ. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ ഇതാണ് കേട്ടോ ഇവിടെ വേണ്ടിയത്. നൺ ഓഫ് ദ ബോയ്സ് ഹാവ് ഫിനിഷ്ഡ് ദ ഹോംവർക്ക്. ഇതില് ക്വസ്റ്റ്യൻ ആണ്. ഇതിലേതാണ് വരുന്നത്? ഓപ്ഷൻ എ ഹാവ് ദേ ആണ് കേട്ടോ. ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ വി ഡാഷ് അറ്റ് ഹോം. ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ വി ഡാഷ് അറ്റ് ഹോം. ഇതിലേതാണ്? ഓപ്ഷൻ സി വിൽ സ്റ്റേ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അലക്സ് സൈഡ് I have finished my task. Choose the correct conversation into indirect speech. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണ് വരിക? ഇത് ഓപ്ഷൻ ഡി ആണ്. അലക്സ് സൈഡ് ദാറ്റ് ഹി സൈഡ് ഫിനിഷ്ഡ് ഹിസ് ടാസ്ക്. 86ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് ദ ക്ലോസസ്റ്റ് ഇൻ മീനിങ് ടു ഡെലിൻക്വന്റ്. ഇതിലേതാണ് വേർഡ്? അതായത് ഓപ്ഷൻ ബി ആണ്, ക്രിമിനൽ ആണ് കേട്ടോ. ഡെലിൻക്വന്റ് എന്ന വേർഡിന്റെ മീനിങ് ആയിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മീനിങ് ഏതാണ്? ക്രിമിനൽ ആണ് വേർഡ്. അടുത്ത ക്വസ്റ്റ്യൻ, 87ാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ആന്റോണിം ഓഫ് ഡെറലിക്റ്റ്. ഡെറലിക്റ്റിന്റെ ആന്റോണിം ഏതാണ്? ഏതാണ്? ഓപ്ഷൻ സി അറ്റന്റീവ് ആണ് കേട്ടോ. The teacher asked the students to dash their assignment before submitting it. ഇവിടെ എന്താണ് വരിക? ഓപ്ഷൻ എ ലുക്ക് ഓവർ ആണ്. അടുത്തത്, ഹാൻഡ് റൈറ്റിംഗ് ദാറ്റ് കനോട്ട് ബി റീഡ് ചെയ്യാൻ പറ്റാത്ത ഹാൻഡ് റൈറ്റിംഗ് വരുന്ന ഇതിലേത് വേർഡാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, ഇലെജിബിൾ ആണ് കേട്ടോ. ഇലെജിബിൾ. The idiom
ഓൺ ക്ലൗഡ് നെയിൻ മീൻസ്, ഓൺ ക്ലൗഡ് നെയിൻ മീൻസ് എന്ന ഇഡിയത്തിന്റെ മീനിങ് എന്താണെന്നാണ്. എന്താണ് ഓപ്ഷൻ ഡി എക്സ്ട്രീംലി ഹാപ്പി ഓർ എന്താണ് ഇലാറ്റഡ്. ഇതാണ് ഓൺ ക്ലൗഡ് നയൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നതിൽ എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളവ, എല്ലാ പദങ്ങളും ശരിയായിട്ടുള്ളവ ഇതിൽ ഏതെന്നാണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്, ശൃംഖല, നിഷ്ഠ, യഥാർത്ഥം. സ്പെല്ലിംഗ് ആണ് നോക്കുന്നത്. അടുത്തത് മഹോന്നതം പിരിച്ചെഴുതിയാൽ എങ്ങനെയാ വരിക? മഹോന്നതം പിരിച്ചെഴുതിയാൽ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ബി മഹത് അധികം ഉന്നതം. മഹത് അധികം ഉന്നതാണ് കേട്ടോ. അടുത്തത് ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടായിട്ടും അനന്തുവിന് വിജയിക്കാനായില്ല. അടിവരയിട്ടിരിക്കുന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. ഇതിൽ സ്വാധീനം എന്നുള്ള വേർഡിന്റെ വിപരീതമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ്, പരാധീനം. അടുത്തത് മേദിനി എന്ന വാക്കിന് സമാനമായ പദം, മേദിനി എന്ന വാക്കിന് സമാനമായിട്ടുള്ള പദം ഇതിലേതാണ്? ഭൂമിയാണ് കേട്ടോ. ഭൂമിയുടെ പര്യായത്തിൽപ്പെട്ടാണ് മേദിനി. അടുത്തത് വിലക്കി അധികം ഇല്ല ചേർത്ത് എഴുതിയാൽ എങ്ങനെയാ വരിക? വിലക്കി അധികം ഇല്ല ചേർത്ത് എഴുതിയാല് എന്താ വരിക? വിലക്കിയില്ല. 96ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതെന്നാണ് കേട്ടോ. ഇതിലെ ശരിയായ വാക്യമാണ് ജയിൽ മോചനത്തിന് ശേഷം ഏകദേശം 10 വർഷം അയാൾ ജീവിച്ചിരുന്നു എന്നാണ് ശരിയായിട്ടുള്ള വാക്യം. ബാക്കിയുള്ള വാക്യങ്ങളിലൊക്കെ തെറ്റ്, ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ട്. അടുത്തത് ശരിയായ സ്ത്രീലിംഗ ശബ്ദം ഉള്ളവ കണ്ടെത്തുക. ഇതിൽ ശരിയായ സ്ത്രീലിംഗ ശബ്ദം ഉള്ളവ കണ്ടെത്താനാണ്. ഇതിൽ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി 1ഉം 3 ആണ് കേട്ടോ. രക്ഷകൻ, രക്ഷികയാണ്. അതുപോലെ പിന്നെന്താണ്? കാന്തൻ, കാന്ത. അടുത്തത് ഒറ്റപ്പദം കണ്ടെത്തുക എന്നാണ് കേട്ടോ. കാണുന്നയാൾ എന്ന വാക്കിന്റെ ഒറ്റപ്പദം ഏതാണെന്നാണ്. ഓപ്ഷൻ ഡി ആണ്, പ്രേക്ഷകനാണ്, പ്രേക്ഷകൻ. അടുത്തത് ടെറിറ്റോറിയൽ ഡോമിനേഷൻ എന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ എന്താ പറയുക? ടെറിറ്റോറിയൽ ഡോമിനേഷൻ എന്നത് ഡോമിനേഷൻ ആണ് കേട്ടോ. ഡൊമിനേഷൻ എന്നത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയാൽ എങ്ങനെയാണ് ഉണ്ടാവുക? ഓപ്ഷൻ സി പ്രാദേശികാധിപത്യമാണ്. ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഉപകാരം ചെയ്തവരെ ദ്രോഹിക്കരുത് എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഇതിലേതാണ്? ഓപ്ഷൻ സി ആണ്, ഉണ്ടചോറ്റിൽ കല്ലിടരുത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഓരോ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും പറഞ്ഞു പോയിട്ടേ ഉള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഓരോ ക്ലാസ്സും ലെങ്തി ആയി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ്, പിന്നെ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കട്ടോ. എന്താ ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ എങ്ങനെ വേണം എന്നുള്ളത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കാം. അപ്പൊ ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിലൂടെ പറയണം കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണോ എന്നുള്ളത് അറിയാൻ പറ്റൂ. ഓക്കെ, അപ്പൊ ക്ലാസ് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.